അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹക്കിൻ്റെ ഇൽമുകൾ എത്തുവാനും അതനുസരിച്ച് ജീവിക്കുവാനും മുറുകെ പിടിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അൾട്രാ വോയിസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പല വിഷയങ്ങളും സംസാരിക്കാറുണ്ട്. മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ചില പണ്ഡിതന്മാരെന്ന് തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ചില ആളുകൾ നാവിനെ പിൻപറ്റുന്ന ജിസ്മാനി പണ്ഡിതർ എന്ത് ചെയ്തിട്ടുണ്ട്? ദജ്ജാലിനെ പിന്തുടരാൻ പോകുന്ന ചില വൈകൃതമായിട്ടുള്ള വികൃതമായിട്ടുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരു ലേഖനം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഒരു പ്രവണത, അതിനെക്കുറിച്ച് ഒരു വിശദീകരണം നടത്തുക എന്നത് അനിവാര്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രചരിക്കുന്ന ആ പോസ്റ്റ് നമ്മൾ ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല, ആ പോസ്റ്റ് വിവരിച്ചില്ല. ആ പോസ്റ്റ് വിവരിക്കാനുള്ളതല്ല. ആ പോസ്റ്റ് സമൂഹത്തിൽ വല്ലാതെ വളർന്ന് ചർച്ച ചെയ്ത് പ്രചരണം വല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും പ്രശ്നമല്ല. ഹക്കിൻ്റെ ആഗ്രഹിക്കുന്ന അഹ്ലുകാർ, അതിന് അള്ളാഹു അർഹിക്കുന്ന അർഹതയുള്ള ആളുകളെ ആ ഹക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വാസ്തവമാണോ? അത് അള്ളാഹുവിൻ്റെ അണ്ടറിലുള്ള കാര്യമാണോ? അല്ല നമ്മളാരും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളാരെ കൊണ്ടും ചെയ്തു തീർക്കാൻ പറ്റുന്നൊരു വസ്തുതയല്ല. ആയതുകൊണ്ട് തന്നെ നാവിനെ പിൻപറ്റുന്ന ജിസ്മാനി പണ്ഡിതരായിട്ടുള്ള ദജ്ജാലിനെ പിന്തുടരാൻ പോകുന്ന ചില കോമാളി വേഷധാരികൾ പടച്ചുണ്ടാക്കിയ ആ പോസ്റ്റിലൂടെ ചില വിഷയങ്ങൾ, അതിൻ്റെ ഒരു ഭാഗം നമ്മൾ മുൻകഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്ന ബാക്കി കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കണം. സമൂഹം ഇത് പഠിക്കണം, കൃത്യമായിട്ടൊരു പഠനം നടത്തണം. സർക്കാർ ഗോഹർ ഷാഹി എന്നവർ ഇമാം മഹദിയാണ് എന്ന രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് അവരിലൂടെ അള്ളാഹുവിൻ്റെ ദിക്ർ കൽബിലേക്ക് കരസ്ഥമാക്കി അള്ളാഹുവിൻ്റെ നൂറ് കൈവരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്, സമൂഹത്തിലുണ്ട്. ഇതിൻ്റെ ഇൽമുകൾ 23-24 വർഷങ്ങളായിട്ട് അൾട്രാ ടിവിയിലൂടെ സയ്യിദ് യൂനുസ് അൽ ഗോഹർ എന്ന് പറയുന്നവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ വേൾഡിൽ മുഴുവനായിട്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന വിഷയങ്ങൾ കേരളക്കരയിൽ ഈ അടുത്ത കാലത്താണ്, എൻ്റെ അഭിപ്രായ പ്രകാരം അവസാനമായിരിക്കും ചിലപ്പോൾ കേരളത്തിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം എത്തിയിട്ടുണ്ടാവുക. ഈ വിമർശിക്കുന്ന ചില ആളുകളുണ്ട്. അവർ മുഫ്തിയൊക്കെ പറഞ്ഞുകൊണ്ട് ചില സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തിയും കാര്യങ്ങളൊക്കെ പറയുന്ന ചില ആളുകളുടെ പേര് കൂടി അതിൻ്റെ അവസാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഫ്തി എന്ന് പറഞ്ഞുകൊണ്ട് വക്കാറുദ്ദീനും സിറാജുദ്ദീനും ലിയാക്കത്തും അബ്ദുൽ ഹഫീദും അതേപോലെ തന്നെ അതാഉൽ മുസ്തഫയും ആലമി, അതേപോലെ നഈമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറമേ ഈ ലേഖനം എഴുതിയിട്ടുള്ള ആളുകൾ മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇതിൻ്റെ കൂടെ. ഇവർ അഹ്ലും സുന്നത്തും ജമാഅത്തും പറയുന്ന ആളുകൾ, അവർ ഒരിക്കലും യോജിക്കാത്ത പുത്തൻവാദികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൗലവി മുഹമ്മദ് യൂസുഫ് ലൂദിയാനവി, അതേപോലെ തന്നെ ഹാജ ഗുലാം റസൂല്, മൗലവി സയ്യിദ് അഹമ്മദ് ജലാൽപൂരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുത്തൻവാദികളായിട്ടുള്ള ദയൂബന്ദി പണ്ഡിതരുടെ പേരുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ പ്രസ്താവന കൂടി ഫത്വ കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഫത്വ എടുത്തിട്ടാണ് ഇവിടെ സമൂഹത്തിൽ പച്ചക്കള്ളമാണ് ഈ പറയുന്ന കോമാളി വേഷധാരികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൽ പറയുന്നുണ്ട്? ഈ വിമർശിക്കുന്ന വിമർശകരുടെ ആ ലേഖനത്തിൽ പോസ്റ്റിൽ പറയുന്ന പരാമർശത്തിൽപ്പെട്ട ഒന്നാണ് ആൾ ദൈവ പ്രയോഗം.
സർക്കാർ ഗോഹർ ഷാഹി എന്നവർ ആൾദൈവ പ്രയോഗം ഉന്നയിക്കുന്നു എന്ന രീതിയിൽ അവർ അതിൽ വാദമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ വാദമായിട്ട് മുന്നിലേക്ക് വരുന്ന ഈ പറയപ്പെടുന്ന കോമാളി വേഷധാരികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ കൂടെ ഈ മുഫ്തികളുടെയൊക്കെ ഫത്വകളാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ രംഗത്ത് വന്നിട്ടുള്ളത്, രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് രണ്ടാൾക്കാരുണ്ട്. അവരെ പേര് കൂടി ഇവിടെ ഈ ലേഖനത്തിൻ്റെ ഈ വിഷയം സംസാരിക്കുമ്പോൾ പറയേണ്ടതുണ്ട്. അവരുടെ അവലംബം എന്ന് പറഞ്ഞുകൊണ്ട് ആ ലേഖനത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട് മൗലാന റഫീഖ് അഹമ്മദ് ഹുദവി ഖാദിരി കോലാർ, ലേഖകൻ മുഹമ്മദ് അബ്ദുൽ അലീം തീജാനി. ഈ പറയുന്ന രണ്ട് ആളുകളെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത് ഇൻഷാ അള്ളാഹ് കഴിഞ്ഞ വീഡിയോയിൽ ഈ പറയുന്ന ആളുകളുടെ പേര് പരാമർശിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ വിട്ടുപോയതാണ്. ഈ പറയുന്ന ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട ചെങ്ങൈമാരെ, മണ്ടന്മാരെ, വിഡ്ഢികളെ, നിങ്ങൾ നാവിനെ പിൻപറ്റുന്നവരാണ്. നാവിനെ പിൻപറ്റുന്നവർ ജിസ്മാനി പണ്ഡിതരാണ്. നിങ്ങൾ ജിസ്മാനി പണ്ഡിതന്മാരാണ്. നിങ്ങൾ അവസാനത്തിൽ എത്തിച്ചേരുന്നത് ദജ്ജാലിനെ പിന്തുടരുന്നവരായിട്ട് ആയിരിക്കുമെന്ന് സാന്ദർഭികമായിട്ട് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആൾദൈവ പ്രയോഗം ഉന്നയിച്ചുകൊണ്ടാണ് ഇവര് സമൂഹത്തിലെ വഴികേടിലാക്കുന്ന ആ ലേഖനവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരോട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന, ദജ്ജാലിനെ പിൻപറ്റാൻ പോകുന്ന വഴിപിഴച്ച വഴികേടിൻ്റെ താക്കോലുമായിട്ട് നടക്കുന്ന നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠനം നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചും ഈ പറയുന്ന രീതിയിലുള്ള ആൾദൈവ പ്രയോഗം അവിടെയും നടത്തുമായിരുന്നു. ഞാൻ മീമില്ലാത്ത അഹമ്മദാണെന്നും ഞാൻ അലിഫില്ലാത്ത അറബാണെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം ആൾദൈവമാക്കിയിട്ട് കണക്കാക്കേണ്ടത്, സമൂഹത്തിൽ പ്രചരണം നടത്തേണ്ടിയിരുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലേ? നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഈ നിങ്ങൾ പടച്ചുണ്ടാക്കിയിട്ടുള്ള ഈ ലേഖനം വെച്ച് കണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രസ്താവനകളും ഹദീസുകളും വെച്ചുകൊണ്ട് പറയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആൾദൈവ പ്രയോഗം ഉന്നയിക്കുമായിരുന്നില്ലേ? ഇസ്ലാമിക തസവൂഫ് ഗ്രന്ഥങ്ങളുടെ മുഴുവൻ വീക്ഷണവും ഈ പറയുന്ന ഒരു മുറബിയുടെയും അലിഫില്ലാത്ത മീം എന്ന് പറയുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉദ്ധരണികളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള നിറക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് തസവൂഫിൻ്റെ, ഇസ്ലാമിക തസവൂഫ് ഗ്രന്ഥങ്ങൾ മുഴുവനും. അതെല്ലാം നിരത്തി വെച്ച് സമയം പാഴാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഖുർആനിൻ്റെ നിബന്ധനകൾ നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. പുറമെ ഇതിൽ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്, മരക്കഴുത എന്ന പ്രയോഗം. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കോലാറിനോടും മറ്റേ തീജാനിയോടും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കൊണ്ടു നടക്കുന്ന കുറേ മുഫ്തിമാരുടെ പേരുന്നയിച്ചുകൊണ്ട് പ്രസ്താവിച്ചുകൊണ്ടുള്ള ഇവിടെ ഈ വിമർശനങ്ങളുടെ കൂമ്പാരങ്ങളോടെയുള്ള ഈ ലേഖനം കൊണ്ടുവന്ന് നിങ്ങളോട് പറയാനുള്ളത്, മരക്കഴുത എന്ന പ്രയോഗം ഈ ലേഖനം എഴുതിയവന് തികച്ചും യോജിച്ചതാണെന്ന് സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്താണ്? ഖുർആൻ യഹൂദ പണ്ഡിതന്മാരെ ഉപമിച്ചതെന്താണ്? എങ്ങനെയാണ്? ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളോടാണ് ഖുർആൻ തന്നെ യഹൂദികളായിട്ടുള്ള പണ്ഡിതന്മാരെ ഉപമിച്ചിട്ടുള്ളത്. കാരണം എന്താണ്? പാണ്ഡിത്യത്തിൻ്റെ ബന്ധം എന്താണ്? ഹൃദയം തുറക്കലിലൂടെയാണ് ആരംഭിക്കുന്നത്. പക്ഷെ നിങ്ങളത് ചെയ്തിട്ടില്ല. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി എന്ന് പറയുന്ന ഖുർആനിൻ്റെ നിബന്ധന നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരോട്, സഹോദരന്മാരോട്, സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കണം, കഴുതയായ പണ്ഡിതന്റെ മുമ്പിൽ 100 കൊല്ലം ഇരുന്നാലും കൽബ് തുറക്കപ്പെടുകയില്ല എന്നതാണ് വാസ്തവം. നേരെ മറിച്ച് കാമിലായ ഒരു ശൈഖിന്റെ മുന്നിൽ ഒരുത്തൻ ഇരിക്കുകയാണ്. എങ്ങനെ? പരമാവധി 7 ദിവസം കൊണ്ട്
7 ദിവസം കൊണ്ട് അവൻ്റെ കൽബിനെ തുറക്കപ്പെടുമെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ പറയുന്ന കിതാബുകൾ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളായിട്ടുള്ള ദജ്ജാലിൻ്റെ കാല് കഴുകിയ വെള്ളം കുടിക്കാനിരിക്കുന്ന ഈ പറയുന്ന വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ഇവരുടെ പിന്നിൽ കൂടണോ? ഇവർ പറയുന്നത് കേൾക്കണോ? ഇവർ പറയുന്നതിലുള്ള സത്യം എന്താണോ, ഇതിൽ സത്യമുണ്ടോ അസത്യമാണോ എന്ന് കൃത്യമായിട്ട് പഠിക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇവർ പറയുന്ന റുഹാനി സഫറും അതേപോലെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. സർക്കാർ ഗോഹർ ഷാഹി എന്നവരുടെ കൃതികളായിട്ടുള്ള പുസ്തകങ്ങളായിട്ടുള്ള കിതാബുകളായിട്ടുള്ള ഒരുപാട് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവർ പല വിഷയങ്ങളും ഉന്നയിക്കുന്നത്. ഈ പറയുന്ന കിതാബുകളൊന്നും ഇവർ കണ്ടിട്ടില്ല, ഇവർ തൊട്ടു നോക്കിയിട്ടില്ല, അതിൻ്റെ അരികത്തുപോലും ഇവർ എത്തിയിട്ടില്ല. എങ്കിൽ ഞാൻ പറയുന്നു, ഇതിൽ പറയുന്ന ഈ കിതാബുകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കള്ളങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വൈകാതെ ഈ വീഡിയോയിലൂടെ നമ്മളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് സത്യം. അതേപോലെ രണ്ടാമത് അതിനുശേഷം മറ്റൊരു വിഷയം കൂടി ഈ ലേഖകർ അതിൽ ഉന്നയിക്കുന്നുണ്ട്. സത്യവിശ്വാസികളെ ശരിയായ നിർദ്ദേശങ്ങൾ നൽകി കരകയറ്റുന്ന പണ്ഡിതരാണെന്ന് തെറ്റിദ്ധരിച്ച ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഇവർ പറയുന്നത് ശരിയായ സത്യവിശ്വാസികളെ ശരിയായ നിർദ്ദേശങ്ങൾ നൽകി കരകയറ്റാണ്, അതാണ് ഇവർ ചെയ്യുന്നതെന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ന ഖുർആനിൻ്റെ നിബന്ധന നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? റുഹാനി സഫർ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതിനെ വിമർശിക്കുന്ന ഏതൊക്കെയോ മുഫ്തി എന്ന് പറഞ്ഞുകൊണ്ട് വക്കാറുദ്ദീനും കുക്കാറുദ്ദീനും പറഞ്ഞിട്ടുള്ള ഏതൊക്കെയോ ചെറ്റകളെ രേഖപ്പെടുത്തിയിട്ടുള്ള വിമർശനങ്ങൾ നിങ്ങൾ തെളിവാക്കി ഉദ്ധരിച്ചുകൊണ്ട് സമൂഹത്തെ വഴികേടിലാക്കുകയല്ലേ ഈ പറയുന്ന കോലാനിയും തീജാനിയും ഒക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ളത്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പോലും അറിയാതെ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ആ പ്രവണത എന്താണ്? ആ പ്രവണതയാണ് ശരിയായ സത്യം വിശ്വാസം നേടുന്നതിൽ നിന്നും പിശാചിൻ്റെ കെണിയിൽ തന്നെ പൊതുജനത്തെ കെട്ടിയിട്ടുകൊണ്ട് ഇബ്ലീസിൻ്റെ സഹായികളാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കുറേ ആവലാതി പ്രകടിപ്പിക്കുന്നുണ്ട്, വേവലാതി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ കുറേ മതവിശ്വാസികൾ രീതിയിൽ ശരീഅത്തിൻ്റെ പഠിക്കുന്ന പഠിതാക്കളും മതവിദ്യാർത്ഥികളൊക്കെ ഇതിൻ്റെ അനുയായികളായി മാറിയത് വലിയ ഖേദകരമായിട്ട് കാണുന്നു. എന്താ നിങ്ങളിതിൽ ഭയപ്പെടേണ്ടത്? നിങ്ങൾ പഠിച്ച സാധനം ഇവരും പഠിച്ചിരിക്കെ എവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത്? ഇവരും ഇതിനെക്കുറിച്ചും അവർ പഠിച്ചിട്ടുണ്ട്. ഈ വിനീതനടക്കം അതേപോലെ ഒരുപാട് ആളുകളുണ്ട്. ഈ മതവിഭാഗങ്ങളുടെ ശരീഅത്ത് കോളേജുകളിലൊക്കെ പഠിക്കുന്നവർക്ക് പുറമെ പഠിപ്പിക്കുന്ന ആളുകളും ഈ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? നിങ്ങൾ പഠിച്ച സാധനം ഇവരും പഠിച്ചിരിക്കെ പിന്നെന്താണ് സംഭവിച്ചിട്ടുള്ളത്? നിങ്ങളിലൊന്നുമില്ലാത്ത ഒരു സാധനം ഇവിടെ ഉണ്ട്. എന്താണത്? അവിടെ ശൈത്താനിയത്തും വശീകരണമായിട്ട് നിങ്ങൾ വരണ്ട. ആരാണ് യഥാർത്ഥ വശീകരണവും ശൈത്താനിയത്തും കൊണ്ട് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. തലയിക്കെട്ട് കെട്ടിയിട്ട് വലിയ ആലിമ് വേഷം ചമഞ്ഞുകൊണ്ട് മഹല്ലുകളുടെയും ശരീഅത്ത് കോളേജുകളിലെയും വലിയ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നിൽക്കുന്ന നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവണതകളും ഇൻഷാ അല്ലാഹ് നമ്മൾക്കറിയാവുന്നതാണ്, ബോധ്യപ്പെട്ടതാണ്. വേണ്ടി വന്നാൽ അത് സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുക തന്നെ ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ മതവിദ്യാർത്ഥികൾ ഇതിലേക്ക് വന്നു. എന്തുകൊണ്ട്? എന്ന ഖുർആനിൻ്റെ നിബന്ധന പൂർത്തീകരിക്കണമെങ്കിൽ അത് നൽകുന്ന ആളുകളുടെ അരികിലേക്ക് തന്നെ എത്തൽ നിർബന്ധമാണ്. നിങ്ങളത് ചെയ്തിട്ടില്ല. നിങ്ങളത് പൂർത്തീകരിക്കാതെ നിങ്ങൾ ചിന്തിച്ച, നിങ്ങൾ പഠിച്ചു വെച്ച ആ രീതി മാത്രമാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യമല്ലാത്ത ഒന്നിനെ സത്യമാക്കി ഗണിച്ചുകൊണ്ട് അസത്യത്തെ സത്യമായി ഗണിച്ചുകൊണ്ട് മുറുകി പിടിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങൾ യഥാർത്ഥ വഴികേടിലാണെന്ന് നിങ്ങളോട് ആണയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുഅ്മിനായ മനുഷ്യനെ കാഫിറാക്കുക ഈ അടുത്ത് വന്ന കുറച്ച് വിഷയങ്ങളാണ്. സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹദിയെ പിൻപറ്റിയിട്ടുള്ള ആളുകൾ
ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളെയും അതേപോലെ തന്നെ നമ്മുടെ മാർഗത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെയും ഒക്കെ കുഫ്ർ പറയാം, കാഫിരീങ്ങളാക്കാം. എന്തെങ്ങൾ കണ്ടിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു വിഷയമുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മുഅ്മിനായ മനുഷ്യനെ കാഫിർ എന്ന് വിളിച്ചാൽ വിളിച്ചവൻ സ്വയം കാഫിറാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുഅ്മിനായ ഒരു വ്യക്തിയെ കാഫിർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിച്ചവൻ കാഫിറായി പോകും. എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ മുഅ്മിനീങ്ങളായിട്ട് സാധാരണക്കാരൻ്റെ കൽബിലേക്ക് ദിക്ർ നൽകി, അള്ളാഹുവിൻ്റെ ദിക്ർ നൽകി സാധാരണക്കാരനായ ഒരു വ്യക്തി വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ എന്ന ഖുർആനിൻ്റെ നിബന്ധന പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്ർ കൽബിലേക്ക് കരസ്ഥമാക്കിയിട്ട് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരു പ്രവണതയിലേക്ക് എത്തിച്ചേർന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ അത് പിൻപറ്റിയത് ഗോഹർ ഷാഹി ഇമാം മഹദിയിലൂടെയാണ്. അതിൻ്റെ പേരിൽ അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹദിയെ കാഫിർ എന്ന് പറയുന്ന ഒരു പ്രസ്താവനയുമായിട്ട് നിങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളുടെ നേതാവായ, മുഅ്മിനീങ്ങളുടെ ഇക്കാലഘട്ടത്തിൻ്റെ നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അവസാന കാലഘട്ടത്തിൽ നീതി നടപ്പിലാക്കാൻ വരുന്ന ആ ഇമാം മഹദിയെ, അല്ലെങ്കിൽ ഈ ദിക്റെ കൽബ് നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തിരുസുന്നത്തിനെ ഹയാത്താക്കുന്ന ഒരു പ്രവണത മനുഷ്യന്മാർ ചെയ്യുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതൃത്വത്തെ നിങ്ങൾ കുഫ്രിയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്താവനയുമായി വന്നിട്ടുള്ള ആള് കേവലം എന്തെങ്കിലുമായിരിക്കുമാവുക, കേരളത്തിലെ ദജ്ജാലിൻ്റെ ഖലീഫയെങ്കിലുമാകുമെന്ന് സമൂഹം തിരിച്ചറിയും. സമൂഹം അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ സർക്കാർ ഗോഹർ ഷാഹി എന്നവരുടെ കറുത്ത ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന എഴുതി ചേർത്തിട്ടുണ്ട്. കറുത്ത കൽബ് കൊണ്ട് നോക്കുന്നവർക്ക് വെളുത്ത ജീവചരിത്രം കറുത്തതായി തോന്നൽ സ്വാഭാവികമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വർഷക്കാലം മക്കയിൽ ജീവിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ചെയ്യുന്നത്, അവിടെ ഈ ഒരു ശത്രുവിഭാഗമായിട്ടുള്ളവർ പോലും ആ കാലഘട്ടത്തിൽ അൽ അമീൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ചവരിൽ നിന്ന് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹക്ക് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ, ഹക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്തി മജ്നൂൻ, ഭ്രാന്തൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കല്ലെടുത്തെറിഞ്ഞു. അങ്ങനെ ഒരുപാട് ആക്രമണങ്ങൾ സഹിച്ചിട്ടുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ അവിടുത്തെ ജീവിത രീതി എങ്ങനെയാണ് ഈ പറയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതേപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു വിഷയമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ ആരാണോ സ്നേഹിക്കുന്നവൻ അവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ ആരാണോ വെറുക്കുന്നവൻ അവൻ എന്നെ വെറുക്കുന്നവനാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിനെ വെറുക്കുന്നവരെ, അവരെ ദ്രോഹിച്ചവരെ രംഗത്ത് കൊണ്ടുവന്ന് സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളെ ഷിയാക്കളെന്നും കാഫിരീങ്ങളെന്നും എന്തൊക്കെയാ നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് വെളുത്ത ജീവചരിത്രം മനസ്സിലാകണമെങ്കിൽ വെളുത്ത കൽബ് വേണം. അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ട് ഹയാത്തായിട്ടുള്ള കൽബ് വേണം. അല്ലാതെ കറുത്ത കൽബ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കറുത്ത കൽബ് കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വെളുത്ത ജീവചരിത്രം ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല. അത് സ്വാഭാവികമാണ്. അതേപോലെ തന്നെ പാകിസ്ഥാനിൽ സ്വന്തം ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പാകിസ്ഥാനിൽ തന്നെ 1994 ലാഹോർ സമ്മേളനത്തിൽ 5 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് 5 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുകയും ആ ആളുകൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത രഹസ്യമാണ് ഈ കേരളക്കാരനായിട്ടുള്ള പാകിസ്ഥാനിൽ ഇതുവരെ പോയിട്ടില്ലാത്ത ഈ റുഹാനി സഫറും അതുപോലെ സർക്കാർ ഗോഹർ ഷാഹി എന്നിവരുടെ രേഖപ്പെടുത്തിയിട്ടുള്ള അവരുടെ പുസ്തകങ്ങളായിട്ടുള്ള കിതാബുകളെ കാണുക പോലും ചെയ്യാത്ത ഈ
കിതാബുകളൊന്നും കാണുക പോലും ചെയ്യാത്ത ഈ പറയുന്ന കേരളത്തിലുള്ള ദജ്ജാലിനെ പിൻപറ്റാനിരിക്കുന്ന ഈ പറയുന്ന ആളുകളാണ് ഗൂഗിൾ ശൈഖുമാരോടും വിക്കിപീഡിയയോടും യൂട്യൂബിനോടുമൊക്കെ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്തത്? ഇതുപോലൊരു ലേഖനം അടിച്ചിറക്കിയത്. അങ്ങനെ ലേഖനം അടിച്ചിറക്കിയിട്ട് ഒരു വിമർശനവുമായിട്ട് സമൂഹത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിമർശിക്കാൻ ഉപയോഗിച്ച ആ കിതാബുകളും അതിൻ്റെ വാസ്തവങ്ങളും കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ ഒരു വിഭാഗം മറുപക്ഷത്തുണ്ട് എന്ന വാസ്തവം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. സ്വന്തം നാട് വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി പറഞ്ഞയച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയോഗം കൂടി ആ വിമർശകർ ആ ലേഖനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെന്താ പറയുന്നത്? സ്വന്തം നാട് ഉപേക്ഷിച്ചുകൊണ്ട് ഹിജറ പോയ ആളുകൾ മോശക്കാരാണ് എങ്കിൽ, മോശക്കാരായതിൻ്റെ പേരിലാണ് ഈ ഹിജറ പോയത് എങ്കിൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയത് എന്തിൻ്റെ പേരിലാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മോശക്കാരനായതുകൊണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിജറ പോയ അത്രയും മുഹാജിറുകൾ മോശക്കാരായതുകൊണ്ടാണോ? അവർ ഹിജറ പോയത് എന്തിൻ്റെ പേരിലാണ്? ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. യഥാർത്ഥ ഹക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ഇത് തന്നെയാ ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഹക്ക് പറഞ്ഞു കൊടുക്കൽ അനിവാര്യമാണ്. അതിനുവേണ്ടി മറ്റു സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തും. അത് തന്നെയാണ് ഹിജറ പുറപ്പെടുക, ഹിജറ പോവുക എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തല്ലേ അങ്ങനെയെങ്കിൽ ഇവരും ചെയ്തിട്ടുള്ളത്? വെറുതെ എന്തെങ്കിലുമൊക്കെ തോന്നിയ പോലെ തോന്നിവാസം പറയാമെന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? മഹദിവാദം ഉന്നയിക്കുന്നവർ മുഴുവൻ വ്യാജന്മാരാണെങ്കിൽ യഥാർത്ഥ മഹദി എന്ത് വാദമാണ് കൊണ്ടുവരിക? അവിടെ മഹദിവാദം ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മഹദിവാദം ഉന്നയിക്കുന്നവർ മുഴുവൻ വ്യാജന്മാരാണെങ്കിൽ യഥാർത്ഥ മഹദി എന്ത് വാദമാണ് കൊണ്ടുവരിക? അവർ എന്ത് വാദമായിരിക്കും അവർ അരികിലുണ്ടാവുന്നത്? യഥാർത്ഥത്തിൽ വ്യാജന്മാർ അനവധി രംഗപ്രവേശനം ചെയ്യുമ്പോൾ ബുദ്ധിമാന്മാർ എന്താ ചെയ്യുക? അന്തള്ളോന് ഇതിൻ്റെ ഉള്ളിൽ കോയിക്കാട്ടല്ല, ശരിയായ ബുദ്ധിയുള്ളവൻ, ഇത് ശരിയായ പ്രവർത്തിക്കുന്നവൻ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നവൻ എന്താ ചെയ്യേണ്ടത്? യഥാർത്ഥ മഹദിയെ തിരിച്ചറിയാനുള്ള അടയാളം അന്വേഷിച്ചു കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളത് ചെയ്തോ? കോലാറും തീജാനിയും നിങ്ങളത് ചെയ്തോ? തീജാനി എന്ന് പറയുന്നത് ആ ചങ്ങായിൻ്റെ പേരിൻ്റെ അവസാനത്തിൽ കണ്ടതുകൊണ്ടാണ്. ഒരു ത്വരീഖത്തിനെയോ മറ്റോ വിമർശിക്കാണെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. ഒരു അലീം മുഹമ്മദ് അബ്ദുൽ അലീം തീജാനി, മൗലാന റഫീഖ് അഹമ്മദ് ഹുദവി ഖാദിരി കോലാർ ദജ്ജാലിനെ പിൻപറ്റുന്ന, അവരെ ദജ്ജാലിൻ്റെ കാല് കഴുകിയിട്ട് ദജ്ജാലിൻ്റെ കാല് കഴുകിയ വെള്ളം കുടിക്കാനിരിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തോന്നിവാസം പറയാമെന്ന് വിചാരിച്ചോ? മഹദിവാദം ഉന്നയിക്കുന്ന എല്ലാവരും വ്യാജന്മാരാണെങ്കിൽ നിങ്ങൾ എങ്ങനെയോടോ ഇമാം മഹദി, ശരിയായ ഇമാം മഹദി വരുമ്പോൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ വിചാരിച്ചിട്ടുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിനെ വളച്ചൊടിച്ചുകൊണ്ട് ചില പ്രസ്ഥാനങ്ങളെ സ്വർഗത്തിൽ കിടക്കുന്നവരാക്കിയിട്ടുണ്ട് ഈ പറയുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്ന വിഭാഗം. അങ്ങനത്തെ ആളുകളുടെ കൂടെയാണ് നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ മഹദി ഇവിടെ വരുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു വിഭാഗം മാത്രമാണ് ഇമാം മഹദിയെ അംഗീകരിക്കുന്നവരുണ്ടാവുക. ആ വിഭാഗം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എൻ്റെ സുന്നത്തിനെ ഹയാത്താക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ 100 ഷഹീദിൻ്റെ പ്രതിഫലമാണ് അവർക്കുണ്ടാവുക എന്നുകൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സുന്നത്തിനെ ഹയാത്താക്കുക എന്ന് പറയുമ്പോൾ മമാത്തായ ഒരു സുന്നത്താവണം. ഇവിടെ നിങ്ങൾ പോലും അറിയാത്ത, മറന്നുപോയ, നിങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ലാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് ദിക്റെ കൽബ് എന്നത്. ആ ദിക്റെ കൽബിനെയാണ് ഇവിടെ സർക്കാർ ഗോഹർ ഷാഹി ഇമാം
ഇവിടെ കൊണ്ടുവന്ന് സമൂഹത്തിലുള്ള പാവങ്ങൾക്ക് അവരുടെ കൽബിലേക്ക് നൽകിക്കൊണ്ട് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു കൊടുക്കുന്നത് ഇത് തന്നെയാണോ സുന്നത്തിനെ ഹയാത്താക്കല്? അതേപോലെ ഈ ചെങ്ങായിമാര് തലയ്ക്ക് വെളിവില്ലാത്ത, സുഖമില്ലാത്ത, മാനസിക രോഗത്തിന് ഗുളിക കുടിക്കേണ്ട ഈ ദജ്ജാലിനെ പിൻഗാമികളാകാൻ പോകുന്ന ഈ ബലാലുകൾ പറയുന്ന മറ്റൊരു വിഷയമുണ്ട്. സർക്കാർ ഗോഹർ ഷാഹി എന്നവര് നുബുവത്ത് വാദം വാദിച്ചു എന്ന്. എടാ പൊട്ടന്മാരെ, എടാ വിഡ്ഢികളെ, എടാ വഴികെട്ടവന്മാരെ, നെറികെട്ടവന്മാരെ, ദജ്ജാലിൻ്റെ പിൻഗാമികളെ, നിങ്ങളോടോ തെളിയിക്ക്. എവിടെയാണ് സർക്കാർ ഗോഹർ ഷാഹി ഇമാമ് നുബുവത്ത് വാദം കൊണ്ടുവന്നിട്ടുള്ളത്? ആ വാദം എവിടെയാണ്? നിങ്ങൾ തെളിയിക്കുക, നിങ്ങളത് കൊണ്ടുവരിക. വെറുതെ നുബുവത്ത് വാദം കൊണ്ടുവന്നു. നുബുവത്ത് വാദവും മെഹദിവാദവും ദൈവവാദവും എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട്, ആൾ ദൈവവാദം എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടണ്ട. ഇവിടെ തീരെ തസവുഫും ആത്മീയതയും അറിയാത്തവരൊന്നല്ല ഇവിടെ ഉള്ളത്. നിങ്ങൾ പറയുന്ന കുറേ കിതാബുകൾ തന്നെ, ആത്മീയതൻ്റെ കിതാബുകളിൽ തന്നെ ഈ പറയുന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. നിങ്ങൾ ശരിയായ പഠനം നടത്താത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് നല്ല നെല്ലിക്കരിഷ്ടം, നെല്ലിക്ക കഷായം തല്ല മേലെ കൂടെ ഒഴിച്ചേണ്ട അസുഖമാണ്. അതുകൊണ്ട് നിങ്ങളെപ്പറ്റി നമുക്ക് ശരിക്കും മനസ്സിലാക്കണം. ഇനി ഇത് കേൾക്കുന്ന ആളുകളും കൂടി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കട്ടെ. ഞാൻ ഇങ്ങനെ പറയണേ, ഞാൻ ഇങ്ങനെയല്ല എങ്ങനെയോടോ എന്നോടൊക്കെ പറയേണ്ടത്? ഈ പൊട്ടന്മാരായ നിങ്ങളോട് ഞാൻ ഏത് ഭാഷയിലാണ് പറയേണ്ടത്? അള്ളാഹിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതുപോലൊരു വിമർശനമായിട്ട് രംഗത്ത് വന്ന ഏതെങ്കിലും ഒരുത്തനെ നിങ്ങൾ സോഫ്റ്റായിട്ട് ഇവിടെ വന്ന അമ്മാൻ്റെ കുട്ടി ഇങ്ങനെ ഉഞ്ഞെടുത്തുങ്ങാണ്ട് ഇങ്ങനെ സോപ്പിട്ടുങ്ങാണ്ട് ഇതിങ്ങനെ ഒന്നല്ലടാ പറയേണ്ടത് എന്ന് പറഞ്ഞങ്ങാണ്ട് നിങ്ങൾ സോപ്പിട്ട് കണ്ടാണോ പറഞ്ഞു കൊടുക്കുക? അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കൽബിലേക്ക് അള്ളാഹുവിൻ്റെ ദിക്ർ നൽകിയിട്ട് അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിച്ചു തന്നവരെ മോശമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഇതിനും അപ്പുറത്ത് നല്ല ഇതിനേക്കാൾ രസകരമായ ഭാഷയിൽ, ഇതിനേക്കാൾ രസകരമായ രീതിയിൽ നിങ്ങളോട് അഭിസംബോധന ചെയ്യാൻ കഴിവുള്ള, തൻ്റെ ഇടമുള്ള ചുണക്കുട്ടികളാണ് ഈ ഭാഗത്തിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ ഇവർ പറഞ്ഞിട്ടുണ്ട് എന്ത്? നുബുവത്ത് വാദം. നിങ്ങൾ തെളിയിക്കടോ. സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹദിയുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അവർ നുബുവത്ത് വാദം ഉന്നയിച്ചതായിട്ട് നിങ്ങൾ തെളിയിക്കുക. ഇത് തെളിയിക്കാതെ മഹാനവറുകൾക്കെതിരെ വന്ന മുഴുവൻ കള്ളക്കേസുകളും തെറ്റായിരുന്നു എന്നുള്ളതിലെ തെളിവുകൾ നമ്മൾ തെളിയിച്ചു കൊടുക്കാൻ തയ്യാറാണ്. എന്നിട്ട് ഇവർ പറയാണെന്ത്? അതേപോലെ പറയുന്ന മറ്റൊരു വിഷയമാണെന്ത്? മഹാനവറുകൾ ഒരുപാട് അനിസ്ലാമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ട്, അതേപോലെ ഒരുപാട് കേസുകൾ കൊണ്ട് കോടതിയിൽ കേസുണ്ട്, കോടതിയിൽ അടക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാൻ കോടതി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന കേസുകളൊക്കെ കള്ളക്കേസുകളാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ തെളിവുകൾ, വിധി പുറപ്പെടുവിച്ചതിൻ്റെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യക്കാർക്ക് വേണ്ടി കോടതി ഫയലുകൾ പോലും ഞങ്ങൾ വായനക്കാർക്ക് കാണിച്ചു തരാൻ തയ്യാറാണ്. ഇതുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ വൈകാതെ ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വൈകാതെ ബാക്കി കാര്യങ്ങൾ കൂടി കുറച്ചുകൂടി ഉണ്ട് പറയാനേ. അതുകൊണ്ട് ഈ കോലാറും അതേപോലെ തന്നെ ഏതൊരു ഹുദവി ഖാദിരി കോലാറ്, അതേപോലെ തന്നെ അബ്ദുൽ അലീം തീജാനി എന്ന് പറയുന്ന രണ്ടാളുകൾ ചേർന്നിട്ടുണ്ടാക്കിയ ലേഖനമാണ് ഈ പറയുന്നത്. മുഫ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വക്കാറുദ്ദീനും കുക്കാറുദ്ദീനും സിറാജുദ്ദീനും ലിയാഖത്ത് അലിയും അതേപോലെ തന്നെ ഹഫീദി ഖാദിരി ബറക്കാത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ദജ്ജാലിൻ്റെ കാല് കഴുകിയ വെള്ളം കുടിക്കാനിരിക്കുന്ന നെറികെട്ടവന്മാരുടെ വിമർശന വാക്കുകൾ ഉദ്ധരിച്ചു കൊണ്ടാണ് ഇവർ ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ലേഖനത്തിലുള്ള ബാക്കി വിമർശിക്കുന്ന ബാക്കി കാര്യങ്ങൾ കൂടി, അതിനുള്ള തെളിവുകളടക്കം അതിൻ്റെ ഒരു വിശദീകരണം ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിശദീകരണം വൈകാതെ നിങ്ങൾക്ക് അൾട്രാ വോയിസിലൂടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറയുന്ന
പറയുന്ന വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബുഹു അൻ ദിക്രിനാ എന്ന് പറയുന്ന ഖുർആനിൻ്റെ അധ്യാപനത്തെ, ആ നിബന്ധനയെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ, പഠനം നടത്തണമെങ്കിൽ അതിനെക്കുറിച്ചും അതേപോലെ ഒരു മനുഷ്യൻ എന്താണെന്നും മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നും അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കാമെന്നും കൃത്യമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അൾട്രാ മലയാളികൾക്ക് വേണ്ടി അൾട്രാ മിഷൻ യൂട്യൂബ് ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉറുദു ഒക്കെ അറിയുന്ന ആളുകൾ അൾട്രാ TV യൂട്യൂബ് ചാനൽ പരിശോധിക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. അതുപോലെ ദീനെ ഇലാഹി കിതാബിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തമ ഉദാഹരണങ്ങളും തെളിവുകളുമുണ്ട് ഇൻഷാ അള്ളാഹ്. ഇതും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. അള്ളാഹു ഹക്ക് ആഗ്രഹിക്കുന്ന ആളുകൾ ഹക്കിനെ കൃത്യമായിട്ട് പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.